തുടങ്ങാം. അപ്പൊ നമുക്ക് അതുപോലെ നമ്മുടെ ടോപ്പിക്ക് മാത്രമല്ല കറണ്ട് അഫയേഴ്സും കൂടി നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് നമുക്ക് പഠിച്ചു പോകണം. അപ്പൊ നമുക്ക് മന്ത്ലി വൈസ് നമ്മൾ മുന്നേ പഠിച്ചിരുന്നത് പോലെ തന്നെ മന്ത്ലി വൈസ് പക്കയാക്കി പോവാം. അപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഒരു മന്തിന് 2 പാർട്ടായിട്ടൊക്കെ വരും. കാരണം മന്ത്ലി വൈസ് ആകുമ്പോൾ ഇച്ചിരി കൂടുതൽ നമുക്ക് പഠിക്കാൻ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് പോവാം. ഇപ്പൊ നവംബർ തീർന്നില്ല, അപ്പൊ നമുക്ക് ഒക്ടോബർ ആദ്യം നോക്കാം. നമുക്ക് അങ്ങോട്ട് തീർത്തിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ അല്ലേ? 1 ഒക്ടോബർ ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അതിന് മുന്നേ കുറച്ചൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒക്ടോബർ നോക്കാം. നോക്കിയോ, ഇന്ത്യയുടെ 90ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയുടെ 90ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നറിയാമോ? AR ഇളം പരിധി. ആരാണ്? AR ഇളം പരിധി. AR ഇളം പരിധി ചോദിക്കും കേട്ടോ. ഇന്ത്യയുടെ എത്രാമത്തെ? 90ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? AR ഇളം പരിധി. ആരാണ്? AR ഇളം പരിധി. 2025 ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയും, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയും ഹോക്കി ഇതിഹാസ താരവുമായ വ്യക്തി നമ്മുടെ 2025 മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ്, ഹോക്കി ഇതിഹാസ താരവുമാണ്. ആരെന്നറിയാമോ? മാനുവൽ ഫെഡറിക് ആണ്. മാനുവൽ ഫെഡറിക് ആരാണ്? മാനുവൽ ഫെഡറിക് ആരാണ്? 2025 മരിച്ചു, ഒക്ടോബറിൽ മരിച്ചു. ആരാണ് അദ്ദേഹം? ഒളിമ്പിക്സിലെ മെഡൽ നേടിയ ആദ്യ മലയാളിയും അതുപോലെ ഹോക്കി ഇതിഹാസ താരവുമാണ്. ആര്? മാനുവൽ ഫെഡറിക്. AR ഇളംപരി ആരാണ്? ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. എത്രാമത്തെ? ഇളംപരിധി. ഓക്കെ, 90ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് AR ഇളംപരിധി. എടാ നമുക്ക് ഒക്ടോബർ 31 പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഈ ഒക്ടോബർ 31 ആര് ജനിച്ചത്? സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത് കേട്ടോ. അപ്പോ 2025 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വർഷം ആവണതുകൊണ്ടാണ് 150. അപ്പോ 2025 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത്തെ ജന്മവാർഷികമാണെന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണ്? 150. ഇനി കേരള പുരസ്കാരങ്ങളാണ്. 2025 കേരള പുരസ്കാരം. 2025 കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ്? വിജയരാഘവനല്ല, ഡോക്ടർ MR രാഘവ വാര്യർ. ആർക്കാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. അപ്പൊ 2025 ഏത് പുരസ്കാരം? കേരള ജ്യോതി പുരസ്കാരം. അതായത് കേരള പുരസ്കാരത്തില് 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. അദ്ദേഹത്തിന്റെ മേഖല ഏതാണ്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ വിദ്യാഭ്യാസ മേഖലയാണ്. അപ്പോ 2025 കേരള പുരസ്കാരത്തിലെ കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ ആർക്കാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. അദ്ദേഹത്തിന്റെ മേഖല ചോദിച്ചാൽ വിദ്യാഭ്യാസം. കേരള പ്രഭ പുരസ്കാരം നേടിയത് 2 പേരാണ്. കേരള പ്രഭ 2 പേർക്കാണ്. ഒന്ന് PB അനീഷ്, സാർ പഠിപ്പിച്ചല്ലേ? ഒന്ന് PB അനീഷ്, 2 രാജശ്രീ വാര്യർ. ആരൊക്കെയാണ്? PB അനീഷും രാജശ്രീ വാര്യരും. ആരൊക്കെയാണ്? PB അനീഷ്, രാജശ്രീ വാര്യർ. PB അനീഷ് ആണെങ്കിൽ കാർഷിക മേഖലയാണ്. രാജശ്രീ വാര്യർ ആണെങ്കിൽ കലാമേഖലയാണ്. കലാമേഖലയാണ്. ആര്? രാജശ്രീ വാര്യർ. ആരാണ്? ഭരതനാട്യക്കാരിയാണ് കേട്ടോ. അപ്പൊ കലാമേഖലയ്ക്കാണ് ആർക്ക് കിട്ടിയത്? രാജശ്രീ വാര്യർ. അപ്പൊ കേരള പുരസ്കാരത്തിലെ കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ഡോക്ടർ MR രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയാണ്. ഇനി കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ്. ഒന്ന് PB അനീഷ്, കാർഷിക മേഖലയാണ്. രാജശ്രീ വാര്യർ ആണെങ്കിൽ ഭരതനാട്യമാണ്. ഓക്കെ അല്ലേ? ഈ കേരള ശ്രീ പുരസ്കാരങ്ങളാണ്. കേരള ശ്രീ. അപ്പോ കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എത്ര പേർക്കാണ്? 5 പേർക്കാണ്. ഒന്ന് നമ്മുടെ ശശികുമാർ. ഒന്നാരാണ്? ശശികുമാർ മാധ്യമ പ്രവർത്തകനാണ്. ശശികുമാർ. അപ്പൊ ശശികുമാർ മാധ്യമ പ്രവർത്തകൻ. 2 ഷഹാൽ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. ഹസൻ മുസലിയാർ. ശശികുമാർ, ഹസൻ മുസലിയാർ. വിമൽ ഗോവിന്ദ്. ആരാണ്? വിമൽ ഗോവിന്ദ്.
സംരംഭവും അതായത് റോബോട്ട്, അതായത് നമ്മുടെ എന്താണ് മാൻഹോൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിനെ വികസിപ്പിച്ചെടുത്ത ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് ഈ സ്ഥാപകനാണ് ആര്? വിമൽ ഗോവിന്ദ്. അപ്പൊ ആരൊക്കെയാണ്? 3 പേരെ പറഞ്ഞു. ആരൊക്കെയാണ്? ശശി കുമാർ, ഹസൻ മുസലിയാർ, വിമൽ ഗോവിന്ദ്. അടുത്ത അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി എല്ലാവർക്കും അറിയായിരിക്കും. ആരാണ് അഭിലാഷ് ടോമി? നാവികസേന ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ആര്? അഭിലാഷ് ടോമി. മറ്റേ പായ്വഞ്ചിയില് ആളാണ് ആര്? അഭിലാഷ് ടോമി. അപ്പൊ 4 പേരെ പറഞ്ഞു. ആരൊക്കെയാണ്? ശശി കുമാർ, ഹസൻ മുസലിയാർ, വിമൽ ഗോവിന്ദ്, അഭിലാഷ് ടോമി. അടുത്തതാണ് ജിലു മോൾ മാരിയറ്റ് തോമസ്. ആരാണ്? നമുക്കറിയാം ജിലു മോൾ. മറ്റേ 2 കൈകളൊന്നും ഇല്ലാതെ വണ്ടി ഓടിച്ച് ലൈസൻസ് എടുത്ത ആളാണ് ആര്? ജിലു മോൾ. അപ്പൊ ജിലു മോളുടെ ഫുൾ ഫോം എന്താ? ഫുൾ പേര് എന്താണ്? ജിലു മോൾ മാരിയറ്റ് തോമസ്. ഇരു കൈകളും ഇല്ലെങ്കിലും വാഹനം ഓടിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ വ്യക്തിയാണ് ആര്? ജിലുമോൾ ലൈസൻസ് ഉണ്ടാ? ഓക്കെ. അപ്പൊ ജിലുമോൾ മാരിയറ്റ് തോമസ്. ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ്. അപ്പോ ഏത് പുരസ്കാരമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്? കേരള പുരസ്കാരം. കേരള പുരസ്കാരത്തിൽ ഏത് പുരസ്കാരം? കേരള ശ്രീ പുരസ്കാരം നേടിയ 5 പേരാണ്. 1 ശശി കുമാർ, 2 ഹസൻ മുസലിയാർ, 3 വിമൽ ഗോവിന്ദ്, 4 അഭിലാഷ് ടോമി, 5 ജിലുമോൾ മാരിയറ്റ് തോമസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നും കൂടി പറയാം. കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അതില് ആദ്യത്തേത് കേരള ജ്യോതി പുരസ്കാരം MR രാഘവ വാര്യർ. വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന്റെ മേഖല. അടുത്ത് നമ്മൾ പറഞ്ഞു കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ്. ഒന്ന് നമ്മുടെ അനീഷ്, PB അനീഷ് കർഷകനാണ്. കാർഷിക മേഖലയാണ്. രാജശ്രീ വാര്യർ ഭരതനാട്യകാരിയാണ്, കലാമേഖലയാണ്. ഇനി നമ്മൾ പറഞ്ഞു കേരള ശ്രീ 5 പേർക്കാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് ശശി കുമാർ, മാധ്യമ പ്രവർത്തകനാണ് ശശി കുമാർ. അടുത്ത് ഹസൻ മുസലിയാർ. ആരാണ്? വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഹസൻ മുസലിയാർ. വിമൽ ഗോവിന്ദ് നമ്മുടെ മാൻഹോൾ വൃത്തിയാക്കുന്ന റോബോട്ട് വികസിപ്പിച്ചെടുത്ത ഏത് ജോൺ റോബോട്ടിക്സ് കമ്പനിയുടെ സ്ഥാപകനാണ് ആര്? വിമൽ ഗോവിന്ദ്. അഭിലാഷ് ടോമി നമുക്കറിയാം, റിട്ടയർഡ് ഏതാണ്? നാവികസേന ലെഫ്റ്റനന്റ് കമാൻഡർ ആണ്. ആരെന്ന് പറയുന്നത്? അഭിലാഷ് ടോമി. ജിലുമോൾ മാരിയറ്റ് തോമസ് ഏതാണ്? 2 കൈകളും ഇല്ലാതെ വാഹനം ഓടിച്ച് ലൈസൻസ് നേടിയ വ്യക്തിയാണ് ആര്? ജിലുമോൾ മാരിയറ്റ് തോമസ്. ഓക്കെ അല്ലേ? ആരാണ് മാനുവൽ ഫെഡറിക് ആണ്. ചെസ് അല്ല, രണ്ടാമത്തത് മറ്റേ ഇത് നേടിയ മരിച്ചുപോയി. ഒക്ടോബർ 31 മരിച്ചില്ല. 2025 ഒക്ടോബറിൽ മരിച്ച എന്താണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയും ഹോക്കി ഇതിഹാസ താരമായ വ്യക്തിയാണ് ആര്? മാനുവൽ ഫെഡറിക്. 90ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഇളം പരിധിയാണ്. 150ാം ജന്മവാർഷികം ആഘോഷിക്കുന്നത് ആരാണ്? വല്ലഭായ് പട്ടേൽ. എന്നാണ്? ഒക്ടോബർ 31. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനവും നേടിയത്. ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം. ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം സിംഗപ്പൂർ. നമുക്ക് ഇന്ത്യന്ന് പറയാൻ തോന്നിയില്ലേ? തോന്നരുത്. അപ്പൊ തോന്നേണ്ട ഒരു ദിവസം വരുമല്ലേ? അപ്പൊ നമുക്ക് തോന്നും ലോകത്തിലെ ഏറ്റവും സുരക്ഷ. അപ്പൊ നിങ്ങൾ എല്ലാവരും സിംഗപ്പൂരിൽ പോയിക്കോളൂ, അവിടെ ഭയങ്കര സുരക്ഷയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ആർക്കാണ്? സിംഗപ്പൂർ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം സിംഗപ്പൂർ. 2025 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന്റെ വേദി. ഫിഡെ ചെസ് ലോകകപ്പ് 2025 വേദി. ഫിഡെ ചെസ് ലോകകപ്പ് 2025 വേദി. ഫിഡെ 2 അക്ഷരമുള്ള ഒരു സംസ്ഥാനം ഗോവ. അപ്പൊ 2025 എത്രാമത്തെ? 11ാമത് ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അല്ലെങ്കിൽ ചെസ് ലോകകപ്പിന്റെ വേദിയാകുന്നത് എവിടെയാണ്? ഗോവ. 11ാമത് ലോക ഫിഡെ എന്താണ്? ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവ. ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന നാസ പരീക്ഷിച്ച നല്ല ക്വസ്റ്റ്യൻ ആണ്. നാസ പരീക്ഷിച്ച സൂപ്പർ സോണിക് ജെറ്റ്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന നാസ പരീക്ഷിച്ച സൂപ്പർ സോണിക് ജെറ്റ് ആണ് X-59. ഏതാണ്? X-59.
ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന നാസ വിക്ഷേപിച്ച സൂപ്പർ സോണിക് ജെറ്റ് ആണ് X-59. ഇതൊരു സൂപ്പർ സോണിക് ജെറ്റ് ആണ്. ആരാണ് ഇത് വിക്ഷേപിച്ചത്? നാസയാണ്. ഇതിന്റെ പേരെന്താണ്? X-59 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ശബ്ദത്തേക്കാൾ വേഗതയിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കുന്ന സൂപ്പർ സോണിക് ജെറ്റ് ആണ് X-59. 2025 ഗ്ലോബൽ ഫയർ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഗ്ലോബൽ ഫയർ പവർ അതായത് GFP എന്ന് പറയും. ഗ്ലോബൽ ഫയർ പവർ അതിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 4. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4. 2025 എന്താണ് ഗ്ലോബൽ ഫയർ പവറിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4. റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഇപ്പൊ കേറി റാഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. നമ്മുടെ റാഫേലിൽ പറന്നു ആര്? ദ്രൗപദി മുർമു. ഡൽഹി സർക്കാരുമായി ചേർന്ന് കൃത്രിമ മഴ സൃഷ്ടിക്കുന്നതിനായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയ സ്ഥാപനം ഒരു IIT ആണ്. ഏത് IIT ആണെന്ന് നീ തീരുമാനിക്കണം. IIT കാൺപൂർ. എന്താണ് ക്വസ്റ്റ്യൻ? ഡൽഹി സർക്കാരുമായിട്ട് ചേർന്ന് കൃത്രിമ മഴയുണ്ടല്ലോ, ഈ കൃത്രിമ മഴ സൃഷ്ടിക്കുന്നതിന് ക്ലൗഡ് സീഡിംഗ് പരീക്ഷ നടത്തിയതാണ് ആര്? IIT കാൺപൂർ. ക്ലൗഡ് സീഡിംഗ് നടത്തിയത് ആരാണ്? IIT കാൺപൂർ. എന്താണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞാൽ? കൃത്രിമ മഴ. ആരുമായിട്ട് ചേർന്നാണ്? ഡൽഹി സർക്കാരുമായി ചേർന്ന് കൃത്രിമ മഴ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ക്ലൗഡ് സീഡിംഗ് പരീക്ഷ നടത്തിയ സ്ഥാപനമാണ് IIT കാൺപൂർ. എടാ ഈ ഡ്രോപ്പ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ ഡ്രോപ്പ് എന്താണെന്ന് അറിയാവോ? ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡ്രോപ്പ് ചെയ്യുന്ന ഓർത്തോക്കെ. ഇനി പറഞ്ഞു നോക്ക്. അല്ല, ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നല്ല അതിന്റെ അർത്ഥം. ആരെ കൊണ്ട് ഇറക്കി വിടും? നോക്കാം. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയ സുഗമമാക്കുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ സോഫ്റ്റ്വെയർ. അതായത് ഓരോ പോളിംഗ് ബൂത്തിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്യണ്ടേ? മറ്റേ സ്കൂളിലെ അധ്യാപകർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മുടെ പോളിംഗ് ബൂത്തിലുള്ള മറ്റേ മെയിൻ ആളതിന്റെ പേര് മറന്നുപോയല്ലോ, പ്രിസൈഡിംഗ് ഓഫീസറും പിന്നെ അവിടെ കുറച്ച് മറ്റേ ബാക്കിയുള്ള ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ നമ്മുടെ സർക്കാർ ജീവനക്കാരെയല്ലേ, അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരുടെ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയർ ആണ് ഏത്? ഈ ഡ്രോപ്പ്. ഏതാണ്? ഈ ഡ്രോപ്പ്. എന്റെ പേരെന്താണ്? ഈ ഡ്രോപ്പ്. സിംഗപ്പൂർ. സുരക്ഷിതമായ രാജ്യം. ഏറ്റവും എന്താണ് സുരക്ഷിതമായ, ലോകത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂർ. X-59 ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കുന്ന സൂപ്പർ സോണിക് ജെറ്റ് നാസ വിക്ഷേപിച്ചു. ഓക്കെ, അതിന്റെ പേരാണ് X-59. ഗോവയാണ് ഫിഫയുടെ പേര്. ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന എവിടെയാണ്? ഗോവ. 4 ഇന്ത്യയുടെ സ്ഥാനം. എന്തിന്റെ സ്ഥാനം? ഫയർ പവർ. ഗ്ലോബൽ ഫയർ പവറിൽ ഇന്ത്യയുടെ സ്ഥാനം 4. ദ്രൗപദി മുർമു ഇതിൽ സഞ്ചരിച്ചു. റാഫേൽ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. IIT കാൺപൂർ. ക്ലൗഡ് സീഡിംഗ്, അതായത് ഡൽഹി സർക്കാർ ചേർന്ന് കൃത്രിമ മഴ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലൗഡ് സീഡിംഗ് പരീക്ഷ നടത്തിയതാണ് ആര്? IIT കാൺപൂർ. ഈ ഡ്രോപ്പ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയർ. ഓക്കെ അല്ലേ? ലോകത്തിലെ ആദ്യത്തെ എൻപെക്സ് സ്റ്റേബിൾ കോയിൻ പുറത്തിറക്കിയ രാജ്യം. അതായത് എൻപെക്ഡ് സ്റ്റേബിൾ കോയിൻ. എൻപെക്ഡ് സ്റ്റേബിൾ കോയിൻ. ഇതിനകത്ത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് യായില്ലേ? യായുടെ ഇപ്പത്തെ മറ്റേ വള്ളിട്ട് പെഗ്ഡ് സ്റ്റേബിൾ കോയിൻ. JPYC എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. JPYC. സ്റ്റേബിൾ കോയിൻ സ്റ്റേബിൾ കോയിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ് കേട്ടോ. ജപ്പാൻ. ലോകത്തിലെ ആദ്യത്തെ പെഗ്ഡ് സ്റ്റേബിൾ കോയിൻ പുറത്തിറക്കിയത് JPYC. ആരാണത്? ജപ്പാൻ. ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയത്. റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ എവിടെയാണ് നടത്തിയതെന്ന്? സൗദി അറേബ്യയിലാണ്. ലോകത്ത് ചൈന എന്ന് പറഞ്ഞാൽ ആദ്യം
ലോകത്തെ ആദ്യ ലോകത്തെ ആദ്യ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലോകത്തിലെ ആദ്യ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ, ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യ. സംസ്ഥാന സ്കൂൾ കായികോത്സവം നടന്നു, അറിഞ്ഞായിരുന്നോ? എത്രാമത്തെയായിരുന്നു അത്? കായികമേളയാ. ഇപ്പൊ തിരുവനന്തപുരത്ത് നടന്ന പിള്ളേരുടെ സ്കൂൾ കായികമേളയാ. 67. അത് ഒളിമ്പിക്സിന്റെ മാതൃക രണ്ടാമത്തെ. അപ്പൊ 67ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിൽ നിന്നുള്ള കായിക വിനോദം, ഗ്രീസിൽ നിന്നുള്ള കായിക വിനോദമാണ് ബോസി. എന്താണ്? ബോസി അല്ലെങ്കിൽ ബോസ് ബോൾ. ബോസി അല്ലെങ്കിൽ ബോസ് ബോൾ. ബോസി അല്ലെങ്കിൽ ബോസ് ബോൾ. ഭിന്നശേഷി കുട്ടികൾക്കായാണ് മേളയിൽ ഇത് ഉൾപ്പെടുത്തിയത് കേട്ടോ. അതായത് ഇപ്പോഴത്തെ നമ്മുടെ സ്കൂൾ കായിക മേളയിലെ ഭിന്നശേഷി കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. എന്താണ്? ഒളിമ്പിക്സിന്റെ മാതൃകയിലുള്ള രണ്ടാമത്തതാണ്. ഒളിമ്പിക്സിന്റെ മാതൃകയിലുള്ള ഒന്നാമത്തെ കായികമേള നടന്നത് എവിടെയായിരുന്നു? അത് എറണാകുളത്തായിരുന്നു. തക്കുടു അണ്ണാനായിരുന്നു അതിന്റെ ഭാഗ്യചിഹ്നം. ഇപ്പോഴത്തെ എന്താണ്? തങ്ക് എന്ന് പറയുന്ന മുയലാണ് ഇപ്പോഴത്തെ. അതായത് നമ്മുടെ 67ാമത് സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ തങ്ക് എന്ന മുയലാണ്. ആരാണ് അംബാസിഡർ ആയിരുന്നത്? സഞ്ജു സാംസൺ ആണ്. ഗുഡ്വിൽ അംബാസിഡർ ആരായിരുന്നു? കീർത്തി സുരേഷ്. ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. അംബാസിഡർ ചോദിച്ചാൽ ആരാണ്? സഞ്ജു സാംസൺ. വിജയിച്ചത് ആരാണ്? തിരുവനന്തപുരമാണ് വിജയികളായത്. അപ്പൊ അതില് ഈ സംസ്ഥാന 67ാമത് സ്കൂൾ കായികമേളയിൽ പുതുതായി ഉൾപ്പെടുത്തിയ എവിടത്തെ ഗ്രീസിൽ നിന്നുള്ളൊരു എന്താണ് മത്സര ഇനം കായിക വിനോദമാണ് ബോസി അല്ലെങ്കിൽ ബോസ് ബോൾ. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ബോസി അല്ലെങ്കിൽ ബോസ് ബോൾ. ഓക്കെ അല്ലേ? കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മുന്നേ ആരായിരുന്നു? പ്രേംകുമാർ മാറി ഇപ്പൊ ആരായി? റസൂൽ പൂക്കുട്ടി. അപ്പൊ ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. അപ്പൊ റസൂൽ പൂക്കുട്ടിയാണ് ചലച്ചിത്ര അക്കാദമി. ചിരിക്കണി. അപ്പൊ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടി. ഇപ്പൊ ദ്രൗപദി കുറുപ്പ് എന്തായിരുന്നു? മറ്റേ റാഫേൽ യുദ്ധം പറഞ്ഞു. ഓക്കെ. 2026 സംസ്ഥാന സ്കൂൾ കായികമേള നമ്മൾ തീരുമാനിച്ചു. എവിടെയാണ് നടക്കുന്നത്? 25 ഇപ്പൊ ഇവിടെ നടന്നല്ലോ, തിരുവനന്തപുരം നടന്നു. അപ്പൊ 26 കണ്ണൂർ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ 24 സംസ്ഥാന സ്കൂൾ കായികമേള എവിടെയാണ്? കണ്ണൂർ. 26 സംസ്ഥാന സ്കൂൾ കായികമേള എവിടെ വെച്ചാണ്? കണ്ണൂർ. ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29 കേട്ടോ. പക്ഷാഘാത ദിനം എന്നാണ് ഒക്ടോബർ 29. പക്ഷാഘാത ദിനം എന്നാണ് ഒക്ടോബർ 29. 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ അണ്ടർ 18 ആൺകുട്ടികളുടെയും അണ്ടർ 18 പെൺകുട്ടികളുടെയും കബഡി ഇനങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസിലെ അണ്ടർ 18 ആൺകുട്ടികളും അണ്ടർ 18 പെൺകുട്ടികളുടെയും കബഡി ഇനങ്ങളിൽ സ്വർണം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ. 2025 നടന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിന്റെ ജേതാക്കൾ ആരെന്നറിയാമോ? മലപ്പുറം ആണ്. മൊത്തത്തിൽ ജേതാക്കൾ ആരാണ്? തിരുവനന്തപുരം ആണ്. അത്ലറ്റിക്സിൽ ആരാണ് ജയിച്ചത്? മലപ്പുറം ആണ് കേട്ടോ. അത്ലറ്റിക്സിൽ ജയിച്ചത് ആരാണ്? മലപ്പുറം. 2025 നവംബർ 6 കൊച്ചി നാവിക താവളത്തിൽ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച സർവേ വെസലാണ് ഇക്ഷാക്ക്. നവംബർ 6 കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പോ 2025 നവംബർ 6 നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ നവംബർ 6 കൊച്ചി നാവിക താവളത്തിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച ഒരു സർവേ വെസലാണ് ഇക്ഷാക്ക്. എന്താണ്? ഇക്ഷാക്ക്. അപ്പൊ ഇക്ഷാക്ക് എന്താണ്? ഇക്ഷാക്ക് അതൊരു സർവേ വെസലാണ് കേട്ടോ. സർവേ വെസൽ നമ്മുടെ എന്താണ് കൊച്ചി നാവിക താവളത്തിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേന സ്വന്തമായിട്ട് നിർമ്മിച്ച എന്താണ് ഒരു സർവേ വെസലാണ് ഇക്ഷാക്ക്. എന്റെ പേരെന്താണ്? ഇക്ഷാക്ക്. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായ പോൾ ബിയ 92 വയസ്സാണ് കേട്ടോ. ഏത് രാജ്യത്തിന്റെ ആയിരുന്നു അറിയാവോ? കാമറൂൺ ആണ് കേട്ടോ. കാമറൂൺ 92 വയസ്സാണ് കേട്ടോ. അപ്പൊ പോൾ ബിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആണ്. ആര്? പോൾ ബിയ. ഏത് രാജ്യത്തിന്റെയാണ്? കാമറൂൺ. അവിടെ 2025 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂ
ഡിസൈൻസ് നമ്മളിത് മുന്നേ വായിച്ചിട്ടുണ്ട് കേട്ടോ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ. അപ്പൊ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഡിസൈൻ സൂ 2025 ഒക്ടോബറിൽ എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത ഡിസൈൻ സൂ ആണ് ഏത്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. എവിടെ? തൃശ്ശൂർ. ഉത്തർപ്രദേശിലെ മുസ്തഫാബാദിനെ പുനർനാമകരണം ചെയ്തു. എന്ത് കൊടുത്തു? കബീർ ധാം. കബീർ ധാം. അപ്പോ എന്താണ്? മുസ്തഫാബാദിന്റെ പുതിയ പേരെന്താണ്? കബീർ ധാം. എവിടുത്തെ? ഉത്തർപ്രദേശിലെ മുസ്തഫാബാദിന്റെ പുതിയ പേരാണ് കബീർ ധാം. മുസ്തഫാബാദ് എവിടുത്തെ? ഉത്തർപ്രദേശ്. അതിന്റെ പുതിയ പേരാണ് കബീർ ധാം. കബീർ ധാം. കബീർ ധാം. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ്. 53ാമത് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതല ഏൽക്കാൻ ഒരുങ്ങുന്നത് ആരാണെന്നറിയാമോ? ജസ്റ്റിസ് സൂര്യകാന്ത്. ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ചീഫ് ജസ്റ്റിസ് കേട്ടോ. ഒരുങ്ങനെ പോകുന്നതേ ഉള്ളൂ, ഉടനെ ആവും കേട്ടോ. അപ്പൊ 53 ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേക്കാൻ പോകുന്നത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത്. ഇക്ഷാക്ക് എന്തായിരുന്നു? ഇക്ഷാക്ക് ഒരു സർവേ വെസല് നമ്മുടെ കൊച്ചിൻ നാവിക സേന വികസിപ്പിച്ചെടുത്ത ഒരു സർവേ വെസലാണ് ഇക്ഷാക്ക്. മലപ്പുറത്തിന്റെ പ്രത്യേകത എന്താണ്? മലപ്പുറത്തിനാണ് അത്ലറ്റിക്സ് ഒന്നാമത്. കബീർ ധാം പേര് മാറ്റിയ മുസ്തഫാബാദിന്റെ പുതിയ പേര്. എവിടുത്ത? ഉത്തർപ്രദേശ്. പിന്നെ കാമറൂണിലാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള പ്രസിഡന്റ് ആര്? പോൾ ബിയ. തിരുവനന്തപുരത്തിനാണ് കായികോത്സവത്തിന് ഓവറോളും പിന്നെ ഇവിടെ വെച്ചാണ് നടന്നത്. 2025 ഒക്ടോബറിൽ വയലാറിന്റെ എത്രാം ചരമവാർഷികമാണ്? വയലാർ 50. വയലാറിന്റെ എത്രാം ചരമവാർഷികമാണ്? 50 കേട്ടോ. അപ്പൊ വയലാറിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണിത്. ഓക്കെ. അപ്പൊ 2025 ഒക്ടോബറിൽ വയലാറിന്റെ 50ാം ചരമവാർഷികം. ഓക്കെ. അപ്പൊ നോക്കിയോ, ഭൂമിയെ പോലെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന ക്വാസിമൂൺ ആയി നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹം. അതായത് സൂര്യനെ പോലെ തന്നെ ഭൂമിയെ പോലെ തന്നെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന ക്വാസിമൂൺ ആയിട്ട് നാസ സ്ഥിരീകരിച്ച ഒരു ചിഹ്നഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് 2025 PN7. 2025 PN7. എക്സസൈസ് ഓഷൻ സ്കൈ 2025 ആദ്യത്വം വഹിക്കുന്ന രാജ്യം. എക്സസൈസ് ഓഷൻ സ്കൈ സ്പെയിനിലാണ്. എക്സസൈസ് ഓഷൻ സ്കൈ എവിടെയാണ്? സ്പെയിൻ. എക്സസൈസ് ഓഷൻ സ്കൈ എവിടെയാണ്? സ്പെയിൻ. 2025 നടക്കുന്ന നാവിക ദിനാഘോഷത്തിന് വേദിയാകാൻ ഒരുങ്ങുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് കേട്ടോ. നാവിക ഇതാണോ നമ്മുടെ ഈ മാസത്തിലല്ലേ 28 അങ്ങനെ നമ്മുടെ ഇവിടെ വെച്ചിട്ട് ശംഖുമുഖത്ത് വെച്ചിട്ട് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രദർശനം മറ്റേ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതായിരിക്കും മിക്കവാറും. നാവിക ദിനാഘോഷം 2025 നടക്കുന്ന നാവിക ദിനാഘോഷത്തിന് വേദിയാകാൻ ഒരുങ്ങുന്നത് തിരുവനന്തപുരം. നാവിക ദിനാഘോഷം മിക്കവാറും ആയിരിക്കും 2025 നടക്കുന്ന നാവിക ദിനാഘോഷം. നാവിക ദിനം നമ്മൾ നേരത്തെ ഈ ഒക്ടോബർ 29 അത് പക്ഷാഘാത ദിനമാണ് പറഞ്ഞല്ലേ. അപ്പൊ നാവിക ദിനത്തിന് വേദിയാകാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ് നാവിക ദിനത്തിന് വേദിയാകാൻ ഒരുങ്ങുന്നത്. അപ്പൊ നോക്കിയോ, കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച യാത്രി സുവിധാ കേന്ദ്രം ആദ്യമായി നടപ്പാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ. കേരള റെയിൽവേ മന്ത്രാലയം ആവിഷ്കരിച്ച യാത്രി സുവിധാ കേന്ദ്രം ആദ്യമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച യാത്രി സുവിധാ കേന്ദ്രം ആദ്യമായി നടപ്പാക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര റെയിൽവേ സ്റ്റേഷനാണ് കേരള റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം. ഓക്കെ. അടുത്ത് അതിദാരിദ്ര്യരില്ലാത്ത ജില്ല എന്ന നേട്ടം കൈവരിച്ച കേരളത്തിലെ ജില്ല. അതിദാരിദ്ര്യരില്ലാത്ത ജില്ല കോഴിക്കോടാണ് അതിദാരിദ്ര്യമില്ലാത്ത ജില്ല. പത്തനംതിട്ടയാണ്. അപ്പൊ അതിദാരിദ്ര്യമില്ലാത്ത ജില്ല ഏതാണ്? കോഴിക്കോടുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതിദാരിദ്ര്യമില്ലാത്ത ജില്ല ഏതാണ്? കോഴിക്കോട്. അതിദാരിദ്ര്യമില്ലാത്ത ജില്ല ഏതാണ്? കോഴിക്കോട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഏത് അതിന്റെ പേര് പറയും ഇപ്പൊ റീസെന്റ് മോന്ത. അത് കേട്ടില്ലേ?
മോന്തേന്നും മൊന്തേന്നൊക്കെ പറയും നമുക്ക്. മോന്ത എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് മോന്ത. അതിന് ആരാണ് പേര് കൊടുത്തത്? തിരുവനന്തപുരം തായ്ലൻഡ് ആണ് കേട്ടോ, തായ്ലൻഡ്. അപ്പൊ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റിന് പേര് സന്തോ അല്ലല്ല, അയ്യോ അയ്യോ മറന്നുപോടി. നമ്മളർത്ഥം ഒരു മോന്ത ഗൈസ് മറന്നുപോയി. അറിയാന്നുള്ള ഒരു കമന്റ് എനിക്ക് ഞാൻ വായിച്ചു മറന്നു. അവിടെ സുരക്ഷ സന്തോഷം ചുഴലിക്കാറ്റിന് സന്തോഷം കൊടുക്കുള്ളൂ. അപ്പൊ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റിന് പേര് കൊടുത്തത് ആരാണ്? തായ്ലൻഡ് ആണ്. മോന്തയ്ക്ക് പേര് കൊടുത്ത ആരാണ്? തായ്ലൻഡ്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ടാക്സി സർവീസ്. സ്വകാര്യ വാഹനങ്ങൾ കുറച്ചിട്ട് പൊതുവാഹനങ്ങൾ എല്ലാവരും യാത്ര ചെയ്യുക, അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ടാക്സി സർവീസ് ആണ് ഭാരത് ടാക്സി. എന്റെ പേരെന്താണ്? ഭാരത് ടാക്സി. പേരെന്താണ്? ഭാരത് ടാക്സി. ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ നിയമത്തിന് കീഴിൽ വരുന്ന ആസ്തിയാണെന്ന് വിധിച്ച ഹൈക്കോടതി. ക്രിപ്റ്റോ കറൻസി നമ്മുടെ എന്താണ്? നിയമത്തിന് കീഴിൽ വരുന്ന ഒരു ആസ്തിയാണ് ക്രിപ്റ്റോ കറൻസി. അങ്ങനെ വിധി പ്രഖ്യാപിച്ച ആരാണെന്ന് അറിയാമോ? മദ്രാസ് ഹൈക്കോടതിയാണ് കേട്ടോ. അപ്പോ ക്രിപ്റ്റോ കറൻസിക്ക് എന്ത് കൊടുത്തു? ഒരു സാധുത കൊടുത്തു. അതായത് നമ്മുടെ എന്താണ് നിയമത്തിന് കീഴിൽ വരുന്ന ഒരു കറൻസി ആണ് എന്ന് വിധി പ്രഖ്യാപിച്ച ആരാണ്? മദ്രാസ് ഹൈക്കോടതി. അക്കർമാശി എന്ന ബുക്ക് എഴുതാര്? അക്കർമാശി ശരൺകുമാർ ലിംബാളെ. ശരൺകുമാർ ലിംബാളെ. ഈശ്വര വഴക്കില്ലല്ലോ ആരുടെ ആത്മഹത്യയാണ്? ഒരു സിനിമ നടൻ, കോമഡി നടൻ. ഈശ്വര വഴക്കില്ലല്ലോ, സലീം കുമാറിനാണ് കേട്ടോ. സലീം കുമാറിന്റെ ആത്മഹത്യയാണ് ഈശ്വര വഴക്കില്ലല്ലോ. ഇന്ദ്രൻസ് ക്യാൻസർ വാർഡിലെശ്ശേരി ഇന്നസെന്റ്. അപ്പോ അത് വെറുതെ പറഞ്ഞ കേട്ടോ. അക്കർമാശി ആരുടേതാണ്? അക്കർമാശി ശരൺകുമാർ ലിംബാള. അത് ബുക്കാണ് കേട്ടോ. അക്കർമാശി ആരെഴുതിയതാണ്? ശരൺകുമാർ ലിംബാള എഴുതാണ് അക്കർമാശി. ആരെഴുതിയതാണ്? ശരൺകുമാർ ലിംബാളയാണ് അക്കർമാശി. ഗുജറാത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ സർ ക്രീക്കിൽ ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യയുടെ 3 വിഭാഗങ്ങളും കൂടെ ചേർന്ന്, അതായത് കര, വ്യോമ, നാവികസേനകൾ സംയുക്തമായി നടപ്പാക്കുന്ന ഒരു സൈനിക അഭ്യാസമുണ്ട്. ഇവര് 3 പേരും കൂടെ അല്ലേ നടപ്പാക്കുന്നത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ത്രിശൂൽ. എന്താണ്? ത്രിശൂൽ. അപ്പൊ ഗുജറാത്തിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ എവിടാ? ക്രീക്കില് ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യയുടെ 3 വിഭാഗങ്ങളായ കര, വ്യോമ, നാവികസേന ഇവർ 3 പേരും കൂടെ നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഏത്? ത്രിശൂൽ. എന്റെ പേരെന്താണ്? ത്രിശൂൽ. RBI റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾക്കായുള്ള വിവിധ സംവിധാനങ്ങളിൽ ഇടപാടുകളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് UPI ആണ് കേട്ടോ. UPI. RBIയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾക്കായുള്ള വിവിധ സംവിധാനങ്ങളുടെ എന്താണ് എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഏതാണ്? UPI. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഒക്ടോബർ മാസത്തിലെ പാർട്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആക്കിയാണ്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.